വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ താഴ്ക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്താൽ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അവന് നന്നായിട്ട് പഠിച്ച് നല്ല ജോലി കിട്ടണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. ഷാരോൺ വധക്കേസ്, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വന്നത് എല്ലാവരും അറിഞ്ഞാണല്ലോ അല്ലേ? ഒരുപക്ഷെ കേരളക്കാർ ഒരേപോലെ ആഗ്രഹിച്ചൊരു വിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ശരിയല്ലേ? 2022 ഒക്ടോബറിലായിരുന്നു കേരളത്തിൽ നടക്കിയ ആ ഒരു വലിയൊരു കൊലപാതകം നടന്നത്. എന്നാൽ 2025 ജനുവരി 20 ഷാരോന്റെ കുടുംബത്തിന് നീതി ലഭിക്കുകയും ചെയ്തു. ഗ്രീഷ്മയ്ക്കെതിരെ കോടതി 48 സാഹചര്യ തെളിവുകളാണ് കണ്ടെത്തിയത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ ബഷീറാണ് ശിക്ഷ വിധിച്ചത്. എന്നാൽ ഇതിനകത്ത് മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലാകെ 2 വനിതകൾക്ക് മാത്രമാണ് വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. എന്നാൽ ഈ 2 വനിതകൾക്കും വധശിക്ഷ വിധിച്ചത് ഈ ഒരാൾ മാത്രമാണ്. തട്ടിക്കൊണ്ടുപോകൽ, കേസ് വഴിതിരിച്ചുവിടില്ല, അങ്ങനെ പല കുറ്റകൃത്യങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ ആരോപിച്ചത്. ഏകദേശം 586 പേജുള്ള വിദ്യാന്യായമാണ് കോടതി ഗ്രീഷ്മയ്ക്കെതിരെ തയ്യാറാക്കിയത്. എന്തൊക്കെയായാലും ഗ്രീഷ്മയ്ക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ കേരള ജനത മൊത്തം ഈ ഗ്രീഷ്മയ്ക്ക് ഇങ്ങനെ ശിക്ഷ കിട്ടണമെന്ന് വിചാരിച്ച ആളുകളായിരിക്കാം. എന്നാൽ പോലും ഇതിനപ്പുറത്തേക്ക് ഇതിനും ഭയങ്കര കൊട്ടൂരമായിട്ടുള്ള എന്തെങ്കിലും ശിക്ഷ ഉണ്ടെങ്കിൽ അതും ഗ്രീഷ്മയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പോലും ചിന്തിച്ച പല ആൾക്കാരും ഉണ്ട് അല്ലേ? എന്നാൽ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.